അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ദിവസേന നമ്മൾ പലതരത്തിലുള്ള മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതുപോലത്തെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ ഒരു വാർത്ത ഏറെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഈ ഒരു ഉമ്മയുടെ മരണം. ഈ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നത് പലിശയുടെ കെണിയിൽപ്പെട്ടാണ്. മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, മരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സ്വയം ജീവൻ ഇല്ലാതാക്കി. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും പടച്ച റബ്ബിൽ നിന്നുള്ള ശിക്ഷ കഠിനമായിരിക്കും. പടച്ച റബ്ബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. പലിശയുടെ കെണിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുമുണ്ടോ പലിശ? 50,000 രൂപക്ക് 10,000 രൂപ പലിശയോ? വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിപ്പോയി ഇത്. മാസം 10,000 രൂപ വീതം പലിശ നൽകിയിട്ടും പാവം ഈ ഉമ്മയെ ഭീഷണിപ്പെടുത്തിയത്രേ. അത് സഹിക്കാൻ പറ്റാതെയാണ് ഈ ഒരു ഉമ്മ തീ കൊളുത്തി സ്വയം ജീവൻ ഒടുക്കിയത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഏറെ വേദന തോന്നി. ഒരു ഉമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്തായിരിക്കും? ഇതുപോലെ നിങ്ങൾക്ക് പല വിഷമഘട്ടങ്ങളും ഉണ്ടാകും. അതിനൊക്കെ ഒരു പരിഹാരമായി കാണേണ്ടത് മരണത്തിലൂടെയല്ല. ഇങ്ങനെ തോന്നുമ്പോൾ ചെയ്യേണ്ടത് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുക, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക, നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ നമ്മൾ സമയം കൊടുക്കുക. നമുക്കുണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഇതുപോലുള്ള തീരുമാനം എടുക്കുന്നതിന് പകരം നമുക്കുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുക. ഏതായാലും നമ്മൾ മരിക്കാൻ തീരുമാനിച്ചു, എന്നാൽ നമ്മുടെ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കുക. ആ ഒരു നിമിഷവും നമുക്ക് കടന്നു പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു പൊട്ടത്തരമായേനേന്ന്. അത്രയേ ഉള്ളൂ ആത്മഹത്യ എന്ന് പറയുന്നത്. നമ്മൾ തരണം ചെയ്ത് നോക്കുക. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ തരണം ചെയ്ത് ജീവിക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടാകും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതിനൊക്കെ ഒരു പരിഹാരമായി നമ്മൾ കാണേണ്ടത് മരണത്തിലൂടെയല്ല, ജീവിക്കുക. ജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നത്തെ നേരിടാം. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കണമെന്ന ആഗ്രഹമുള്ളവർ, പടച്ച റബ്ബിനെ പേടിയുള്ളവർ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ക്ഷമയോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ പലിശ എന്ന് പറയുന്നത് കടുത്ത ഹറാമാണ് കേട്ടോ. 50,000 രൂപക്കാണ് 10,000 രൂപ പലിശ വാങ്ങിയത് എന്ന് പറയുന്നത്. എന്താ കഥ? ഈ സംഭവം നടന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഗുരുവായൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഇരിങ്ങപ്പുറം പൊതുവീട്ടിൽ ജുമൈല എന്ന ഈ ഒരു 50 വയസ്സുകാരിയാണ് തീ കൊളുത്തി സ്വയം ജീവൻ ഇല്ലാതാക്കിയത്. ജുമൈലയുടെ വീടിൻ്റെ പുറകിലെ പറമ്പിലാണ് തീ കൊളുത്തി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ കയറി ചെന്നാലേ ഓരോ മനുഷ്യരുടെയും അവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ചിലരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം കടം വാങ്ങി അതിന് പലിശ നൽകിയിട്ടും ഭീഷണിപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ജുമൈല പലിശക്ക് പണം വാങ്ങിയത് ആബിദയിൽ നിന്നാണത്രേ. പേര് കേൾക്കുമ്പോൾ സ്ത്രീയാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ജുമൈല മരണപ്പെടാനുള്ള കാരണം ഇതാണെന്ന് ഉറപ്പിക്കുന്നത് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് ജുമൈല പറയുന്ന ഒരു ശബ്ദ സന്ദേശവും ലഭിച്ചു അത്രേ. 1 വർഷം മുമ്പാണ് ജുമൈല ആബിദയിൽ നിന്നും 50,000 രൂപ വാങ്ങിയത് എന്ന് മകൻ ഷീനാസ് പറയുന്നു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകിയെങ്കിലും 2 മാസത്തോളം ഇവർക്ക് പണം നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്നാണ് പലിശക്കാരിയായ ആബിദ ഭീഷണിപ്പെടുത്തിയെന്ന് ഇവരുടെ കുറിപ്പിൽ പറയുകയുണ്ടായി. ജുമൈല ഇതൊക്കെ എഴുതി വച്ചതിന് ശേഷമാണ് ജീവൻ ഒടുക്കിയത്. ഇവരെക്കുറിച്ച് ശരിക്കും എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് കൂടുതലായി അറിയുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 മക്കളുണ്ട്, ഭർത്താവില്ല എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഭർത്താവില്ലാത്ത സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. എന്തെങ്കിലും ആവശ്യത്തിന് കടം വാങ്ങിയതായിരിക്കും. കേട്ടപ്പോൾ ചിന്തിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. എല്ലാ ഉമ്മമാരെയും പടച്ച റബ്ബ് കാക്കട്ടെ. നമുക്ക് ഇനി ഇവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഇവർക്ക് മഹഫിറത്തിന് വേണ്ടി ചോദിക്കുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ജുമൈല എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. വിഷമഘട്ടങ്ങളിൽ അറിയാതെ ചെയ്തു പോയതാണ് റബ്ബേ.
ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള ചിന്തയിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ.